Both Airdopes 121 Pro, 131 Pro. ഈ രണ്ട് പ്രോഡക്റ്റുകളുടെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ അത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. Airdopes 121 അതുപോലെ തന്നെ Airdopes 131 ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പ്രോഡക്റ്റുകളാണ് 131 Proയും 121 Proയും. അതേപോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് 141 Pro. 141 ആയിട്ട് യാതൊരുവിധ ബന്ധവും നമുക്ക് ഈ ഒരു 141 Proയിൽ കാണാൻ സാധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുതിയ പേരുകളൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു പ്രോ വാലുമായിട്ട് വെച്ചിട്ട് അങ്ങോട്ട് വിടുന്നത്. കാരണം 141 എന്ന് പറഞ്ഞ ഒരു ഇന്നിയർ ആയിരുന്നു. ഇവിടേക്ക് 141 Proയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊരു ഹാഫ് ഇന്നിയർ TWS ആണ്. അതുപോലെ തന്നെയാണ് 131 എന്ന് പറഞ്ഞത് ഒരു ഹാഫ് ഇന്നിയർ TWS ആയിരുന്നെങ്കിൽ 131 Pro എന്ന് പറഞ്ഞ ഒരു ഇന്നിയർ ആണ്. 121 Pro എന്ന് പറയുന്നത് ഒരു ഇന്നിയർ സ്റ്റെം ടൈപ്പ് ആണെങ്കിൽ 121 എന്ന് പറയുന്ന ഒരു ബഡ് ടൈപ്പ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നത് ഒരു ബന്ധവും ഇല്ല, പേരുകൾ മാത്രം ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1499 രൂപയ്ക്ക് ആമസോണിലെ സ്പെഷ്യൽ ലോഞ്ചിനെത്തിയ ഒരു 141 Pro നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോട് ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ബോക്സിലേക്ക് വരുവാണെങ്കിൽ Airdopes 141 കൂടാതെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും ക്വാഡ് മൈക്ക് വിത്ത് ENX ടെക്നോളജി, ടോട്ടൽ പ്ലേ ടൈം 45 hours ആണ്, ബീസ്റ്റ് മോഡ് ഉണ്ട് എന്നൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഹാഫ് ഇൻ ഇയറിൽ ബോട്ടിൽ ആകെ രണ്ട് പ്രോഡക്റ്റേ ഉള്ളൂ, 131 Proയും അതുപോലെ തന്നെ ഇപ്പോൾ ഇതായി ഇറങ്ങിയേക്കുന്ന 141 Proയും. എന്തായാലും 141 Proയിൽ ആ ഒരു ബീസ്റ്റ് മോഡ് ഉണ്ടെന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിറകിൽ നോക്കുവാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് ജൂലൈ 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2990 രൂപയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 1499 രൂപയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ആക്റ്റീവ് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് കൂൾ ഗ്രേ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കളറിലുണ്ട്. ആകെ രണ്ട് കളറിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഏതിനാണെങ്കിലും 1499 രൂപ തന്നെയാണ് വില എന്ന് പറയുന്നത്. ഇതേ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ടൈപ്പ് സി കേബിൾ ഉണ്ട്, അതുപോലെ തന്നെ ബോട്ട് ദ ഹെഡ് സ്റ്റിക്കർ ഉണ്ട്, അതുപോലെ തന്നെ യൂസർ ഗൈഡ് ഉണ്ട്, ഫാക്ട് നോട്ട് ഉണ്ട്, വാറണ്ടി കാർഡ് ഉണ്ട്, വേറൊരു പേപ്പർ നോട്ട് ഉണ്ട്, കൂടാതെ റീഡ് മീ ബിഫോർ യൂസ് എന്നിങ്ങനെ ഇത്രയും പേപ്പർ വർക്ക്സ് ആണ് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് Airdopes 141 Pro. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കേസാണ്. ബോട്ടിന്റെ തന്നെ ആദ്യത്തെ ഒരു സെമി ട്രാൻസ്പെറന്റ് കേസാണ് നമുക്ക് ഇവിടെ ഇതിന് ഈ ഒരു 141 Proയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും മുന്നിലായിട്ടൊരു ബോട്ടിന്റെ ലോഗോ ഉണ്ട്, കൂടാതെ ഒരു LED ഇൻഡിക്കേറ്ററും കാണാം. അടിയിലായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും പിറകിലൊരു ഫാക്ടറി റീസെറ്റ് ബട്ടണും ഉണ്ട്. ഒരു മാറ്റ് ഫിനിഷ്ഡ് കേസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോകേണ്ട ചാൻസസ് വളരെ കുറവാണ്. എന്തായാലും കോമ്പാക്ട് സൈസ് ആണെന്ന് വെച്ചാൽ കോമ്പാക്ട് ഒക്കെ തന്നെയാണ്. എന്നാലും ഒത്തിരി അങ്ങോട്ട് വലുതുപോലെ ഫീൽ ചെയ്യുന്നെങ്കിൽ പോലും വെയിറ്റ് ഇല്ല, അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 400 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു പവർ ബാങ്ക് കൂട്ടിയിട്ടാണ്. അപ് ടു 45 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ 1.5 hours 100% ഇത് ചാർജ് ആകാനായിട്ട് 5V2A ആണ് കമ്പനി അവകാശപ്പെടുന്ന ചാർജിങ് അഡാപ്റ്റർ, അതായത് 10 watts. കൂടാതെ ടൈപ്പ് സി അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു 5 minutes ചാർജ് കഴിഞ്ഞാൽ 60 minutes നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇനി ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം ക്വാളിറ്റി കൊണ്ട് കേട്ടോ, ആ ഒരു ലിഡ് ക്വാളിറ്റി ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് നമുക്ക് ഒരിക്കലും കുറ്റവും പറയാൻ പറ്റത്തില്ല, ഭയങ്കര സൂപ്പർ ആണെന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇത് നമ്മൾ അടയ്ക്കുന്ന സമയത്ത് അടച്ചു വെച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മൂവ്മെന്റ്സ് ഇല്ല. അതിൽ എടുത്ത് പറയേണ്ട ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ലിഡിന്റെ കാര്യത്തിൽ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇതിനകത്ത് IWP ടെക്നോളജി ഉണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പറയുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക്. ഇതേ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇയർബഡ് ഇരിപ്പുണ്ട്, കൂടാതെ ലെഫ്റ്റും റൈറ്റും ഒക്കെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു റെഡിഷ് ഓറഞ്ച് കളറും ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. ടിപ്പിക്കൽ ആ ഒരു ഹാഫ് ഇൻ ഇയർ TWS ഡിസൈൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതുപോലെയൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് ഇരിക്കുന്നത്. നല്ല രസമുണ്ട് ഡിസൈൻ കാണാനായിട്ട്. ഒരു 50% മാറ്റ് ഫിനിഷ്ഡും 50% ഗ്ലോസി ഫിനിഷ്ഡും ആണ്. ചെവിയുടെ വയ്ക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ ഗ്ലോസി ആണ്. എന്നാൽ കണ്ടോ നമ്മൾ കൈ പിടിക്കുന്ന ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് ഒരു മാറ്റ് ഫിനിഷ് ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോയിട്ട് ഇവിടെയും അങ്ങോട്ട് ചാൻസസ് വളരെ കുറവാണ്. ഏറ്റവും പറയലായിട്ട് ബോട്ടിന്റെ ലോഗോ ആണ്, അതുപോലെ തന്നെ ഒരു മൈക്ക് ഉണ്ട്, സൈഡിലായിട്ട് മൈക്കും ഉണ്ട്, ഏറ്റവും മുകളിലായിട്ട് LED ഇൻഡിക്കേറ്ററുകൾ കാണാൻ സാധിക്കുന്നതാണ്. 12mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ ഓരോ ഇയർബഡുകളിലും 30 mAh വീതം ബാറ്ററി കപ്പാസിറ്റികളുണ്ട്. അപ് ടു 9 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന സിംഗിൾ പ്ലേ ടൈം എന്ന് പറയുന്നത്. കൂടാതെ 1 മണിക്കൂർ വേണം 100% ഇയർബഡുകൾ ചാർജ് ആകാനായിട്ട്. ഇയർബഡുകളുടെ വെയിറ്റ് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 4 to 4.2 grams ഇതിന്റെ ആ ഒരു വെയിറ്റ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Airdopes 141 Proയിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻഡോറിനകത്ത് ഞാൻ നോർമലി ആണ് സംസാരിക്കുന്നത്. ക്വാഡ് മൈക്ക് വിത്ത്
ടൈംസ് ചെയ്യണം. അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് 2 മൈക്ക് വീതമുണ്ട്. നിങ്ങളൊരു കോളിംഗ് പേർപ്പസിന് വേണ്ടി 141 Pro വാങ്ങിച്ചാൽ അത് വർത്ത് ബൈയിങ് ആകുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ഒരാളെ വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് കേൾക്കാൻ പറ്റുക നിങ്ങളുടെ വോയിസ്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് അങ്ങോട്ട് രേഖപ്പെടുത്തുക. ഇനി വേറെ കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ നോട്ട് ബഡ്സ് സി ഒക്കെ പിടിച്ചപ്പോഴത്തെ TWSന്റെ അറ്റത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ചെവിയിൽ അങ്ങോട്ട് തൂക്കിയിടുവാണ്. അത് അവിടെ എങ്ങനെ ഇരുന്നോളും. പാസീവ് നോയിസ് ക്യാൻസലേഷൻ തന്നെ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അതിലൊന്നും വേറെ ഒരു സംശയവും വെക്കണ്ട. പിന്നെ ഹാഫ് ഇൻ ഇയർ TWS ആവുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പൊതുവേ ഈ ഒരു ഹാഫ് ഇൻ ഇയർ വാങ്ങിക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മ്യൂസിക് എൻജോയ് ചെയ്യാൻ സാധിക്കണം. എന്നാൽ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങൾ അറിയാനും വേണം. അങ്ങനെ ഒരു ആഗ്രഹമുള്ളവരാണ് പൊതുവേ ഇത് വാങ്ങിക്കുന്നത്. എന്നോട് ചോദിക്കുന്നത് അങ്ങനെയുള്ളവരാണ്. സോ അങ്ങനെയുള്ളവർക്ക് ഇത് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഡിസപ്പോയിന്റ് ആകത്തില്ല. എന്നാൽ ഇൻ ഇയറിന്റെ നിങ്ങൾക്ക് ആ ഒരു പെർഫെക്ഷൻ, ആ ഒരു പാസീവ് നോയിസ് ക്യാൻസലേഷനും അതെല്ലാം നിങ്ങൾക്ക് അത്രയ്ക്കും ആ ഒരു തലമണ്ടയ്ക്ക് ഇടിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ലൗഡായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ട് നിങ്ങൾ ഇത് വാങ്ങിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഡിസപ്പോയിന്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പോലും 100% നമ്മൾ പാട്ടിടുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ലൗഡ് ആണ് കേട്ടോ. അതിൽ വേറൊരു സംശയമില്ല. പ്രത്യേകിച്ച് ആ ഒരു 12mm ഡൈനാമിക് ഡ്രൈവേഴ്സിന്റെ ആ ഒരു റിസൾട്ട് ഇതിൽ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആകുന്നുണ്ട്. എന്തായാലും ആ ഒരു വെയറിംഗ് കംഫർട്ട് ഞാൻ വീണ്ടും പറഞ്ഞത് എനിക്ക് എന്തായാലും എന്നെ സംബന്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് തന്നെയാണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞത് 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ കൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിത് വെച്ചുകൊണ്ട് പോയാൽ പോലും അങ്ങനെ വലിയ ഇഷ്യൂസ് വരാണ്ട് ചാൻസസ് ഇല്ല. എന്നാൽ പോലും നമ്മൾ മാക്സിമം ഡ്രസ്സിലിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഇതങ്ങോട്ട് എന്താ പറയുക ഒരു പോക്കറ്റിലോട്ട് ഇടുന്നതാണ് കുറച്ച് സേഫ് ആയിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് സെറ്റ് ആവണമെങ്കിൽ പോലും വലിയ ഇഷ്യൂസ് വരാണ്ട് ചാൻസസ് ഇല്ല. വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം നമുക്ക് ഇതിന് വാറണ്ടി ഉണ്ടെങ്കിലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വാറണ്ടിക്ക് അയച്ച് നോക്കാം. ക്ലെയിം ആയാൽ ക്ലെയിം ആയി, അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. സോ നമ്മൾ 100% പാട്ടിട്ട് കഴിഞ്ഞാൽ എല്ലാ പാട്ടും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റില്ലെങ്കിൽ പോലും കുറെ അധികം പാട്ടുകൾ, പ്രത്യേകിച്ച് ബേസ് ഡോമിനേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ട് 100%. എന്നാൽ ഒരു 90% വരെ നമുക്ക്, അല്ലെങ്കിൽ ഒരു 95 വരെ ഓക്കെ ആണ് കേട്ടോ. വേറെ ഒരു പ്രശ്നവും അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. മോണോയാണ് കുറച്ചൊരു ഔട്ട്പുട്ട് ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ട്രബിൾ ഇല്ല എന്നുള്ള അത്യാവശ്യം ഉണ്ട്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെക്കാളും കുറച്ചൊരു മോണോ ആണ് ആക്ച്വലി ഇതിനകത്ത്. ഞാൻ വീണ്ടും പറയുന്നത് ആ ഒരു ഔട്ട്പുട്ട് എനിക്ക് ഫീൽ ചെയ്ത്, ഞാൻ പറയണതൊക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത് എൻ്റെ ഈ ഒരു സിംഗിൾ പീസിലുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. വേറൊരു 141 Pro കൂടെ ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് അങ്ങോട്ട് പറയുന്നത്. എന്തായാലും എനിക്കിപ്പോൾ കിട്ടിയ ഒരു എൻ്റെ കയ്യിലിരിക്കുന്ന 141 Proന്റെ കാര്യങ്ങളെ എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ്, എന്നാൽ നിങ്ങൾക്ക് ഹാഫ് ഇൻ ഇയർ മാത്രമേ ഇഷ്ടമുള്ളൂ എങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാം. കൂടാതെ നിങ്ങൾ ഒരു മോണോ ഔട്ട്പുട്ട് ആഗ്രഹമുള്ളവർ, പ്രത്യേകിച്ച് വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ഒരാൾക്കാണെങ്കിൽ പോലും ഇതിലേക്ക് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ പറയുന്നത് ഓവറോൾ നിങ്ങളൊരു ബേസ് ലവർ ആയിക്കോട്ടെ, അതല്ല നിങ്ങളൊരു വോക്കൽ ലവർ ആയിക്കോട്ടെ, ബേസ് ലവർ ഞാൻ പറയുന്ന പോലെ ആ ഒരു ഹാഫ് ഇൻ ഇയറിൽ ബേസ് ലവർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കണ്ണും പൂട്ടി പോകാൻ പറ്റുന്ന ആ ഒരു മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് 141 എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓവറോൾ മ്യൂസിക് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എനിക്ക് ബെറ്റർ തന്നെയാണ്. ഒരിക്കലും അങ്ങോട്ടൊരു കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മൾ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു 60% മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു 90% മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു 9 hours എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അത് 6 അല്ലെങ്കിൽ 5 മണിക്കൂറിലോട്ടോ താരാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം പെട്ടെന്ന് അങ്ങോട്ട് 10% വെച്ച് അരമണിക്കൂറിൽ ഡ്രോപ്പ് ഓഫ് ആവുന്നുണ്ട് കേട്ടോ. അത് പിന്നെ എല്ലാത്തിലും ഇതിലെന്നുള്ളല്ല ഏതിലാണെങ്കിലും അതുപോലെയൊക്കെ തന്നെയാണ്. എന്നാൽ ഒരു 60% നമ്മൾ കേൾക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 70% കേൾക്കുവാണെങ്കിൽ പോലും പെട്ടെന്ന് അങ്ങോട്ട് ബാറ്ററി ഡ്രെയിൻ ആവുന്ന ഒരു ടെൻഡൻസി കണ്ടില്ല. ഇനി നമ്മുടെ 65ms ലോ ലേറ്റൻസി മോഡ് നമുക്ക് PUBG ഒക്കെ കളിക്കുന്ന സമയത്ത് എങ്ങനെ വർക്ക്ഔട്ട് ആവും നോക്കാം. ഞാനിപ്പോൾ ആ ഒരു ബീസ്റ്റ് മോഡ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്ത് കാണിച്ചു തരാവേ. ഓട്ടോയിലാണ് ഞാൻ അങ്ങോട്ട് ഫയർ ചെയ്യാൻ പോകുന്നത്. ഞാനിങ്ങനെ ഫയർ ചെയ്തിട്ട് കൈ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു സൗണ്ട് എന്തുമാത്രം അങ്ങോട്ട് സസ്റ്റെയിൻ ചെയ്തെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി സിംഗിൾ ടാപ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ല. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ സ്പ്രേ ചെയ്യുവാണെങ്കിലും കണ്ടോ, ഓട്ടോയിലിട്ട് സ്പ്രേ ചെയ്യുന്ന സമയത്തും അതല്ല നമ്മൾ സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോഴും ഭയങ്കര ഒരു ഡിലേ ഒന്നും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം ആ ഒരു 65ms നമുക്ക് കളിക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നിങ്ങളൊരു നോർമൽ പ്ലെയർ ആണെങ്കിൽ.
പബ്ജി അല്ലെങ്കിൽ അതുപോലുള്ള ഗെയിമുകൾ കളിക്കാൻ വേണ്ടി മാത്രമാണ് ആക്ച്വലി ഒരു 65ms ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ വീഡിയോ കാണാനാണ് നിങ്ങൾ ഇത് വാങ്ങിക്കുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു ബീസ്റ്റ് മോഡ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീസ്റ്റ് മോഡ് ഓൺ ആക്കിയില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ലിപ്സിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. അത് വീഡിയോ യൂട്യൂബിലാണെങ്കിലും അതല്ല ഇന്റേണൽ എക്സ്റ്റേണൽ പ്ലേയിലാണെങ്കിലും ഏതിലാണെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഒരു 141 പ്രോനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1499 ഇത് ആര് വാങ്ങിക്കണം എന്ന് നിങ്ങളോട് എനിക്ക് ചോദിക്കുവാണെങ്കിൽ ബേസ് ലവർ ആണ് എന്നാൽ നിങ്ങൾക്ക് ഹാഫ് ഇൻ ഇയർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാം. നിങ്ങളുടെ ബജറ്റ് 1500-നുള്ളിലാണെങ്കിൽ, കൂടാതെ ആ ഒരു മൈ ക്വാളിറ്റി കോട്ട് മൈക്ക് വിത്ത് ENC കേട്ടല്ലോ, അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതിലേക്കും പോകാം. എന്നാൽ വീഡിയോസ് കാണാനും മ്യൂസിക് കേൾക്കാനുമാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകുന്നതിൽ ഒരു പ്രശ്നമില്ല. ഒരു 50-60% നിങ്ങൾ പാട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും 8 മണിക്കൂർ എന്തായാലും നമുക്ക് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും വെക്കേണ്ട. സോ അങ്ങനെയുള്ളവർ മാത്രം ഈ ഒരു 141 പ്രോയിലേക്ക് പോവുക. പിന്നെ 1299 അല്ലെങ്കിൽ 1399 ഓഫർ സമയത്ത് കിട്ടുവാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് Airdopes 141 Pro. ഓവറോൾ എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല ഇതുവരെ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ 141 പ്രോനെ കുറിച്ചുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.